ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടൊരു പ്ലാന്റിൻ്റെ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഉള്ളതാണ് കേട്ടോ കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം. ഇതിൽ എങ്ങനെയുള്ള സംഭവമാണ് അയച്ചിട്ടുള്ളത് എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാ ലൈവ് പ്ലാന്റ് അക്കൂസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഇവരുടെ ഒരു ചാനലുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് നമ്പർ കിട്ടിയത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റിൻ്റെ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 4 ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് പ്ലാന്റ്സുകളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഒരു ഭംഗിയാണല്ലേ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡല്ലാതെ വേറെ 1-2 സ്റ്റാൻഡും കൂടെ വീട്ടിൽ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇനി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് പീസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് സെറ്റ് ചെയ്ത് ഇതിൽ പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇതാണ് ഇത് ഓരോ പ്ലേറ്റ് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ ഓരോ പോട്ടുകളും സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡിൽ ഇത് പിടിപ്പിച്ചിട്ടാണ്. ഒരു 5 പ്ലേറ്റ് പോലെ ഉണ്ട് കേട്ടോ. ഇത് ബോക്സ് പോട്ട് വെക്കാനുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടും കൂടെ കാണാം കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റാൻഡ് കേട്ടോ, ഈ ലാസ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഇതിലൊക്കെ നല്ല പ്ലാന്റ്സുകളൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്കിതൊന്ന് പീസുകളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ലാസ്റ്റ് ലുക്കൊക്കെ നമുക്ക് കാണാം പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യമായിട്ട് വെക്കേണ്ട ഒരു ഭാഗം കേട്ടോ, ഇതിൻ്റെ സ്റ്റാൻഡ്. രണ്ടാമത് ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഭാഗത്തേക്കായിട്ടാണ് തിരിച്ചിട്ട് വെക്കേണ്ടത് കേട്ടോ. ഇത് ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഒരു പ്രയാസമല്ല ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വെച്ചത് തെറ്റി, 2 സൈഡിലേക്കായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ദൂരി രണ്ടാമതും ഈ ഒരു വശത്തേക്കായിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു 3-4 പീസാണ് ഇതിന്മേൽ വെക്കാനായിട്ടുള്ളത്. അങ്ങനെ ഓരോ പീസുകളും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളറായതുകൊണ്ട് നമുക്ക് റെഡ് കളറ് പ്ലാന്റ്സുകളൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. റെഡ് മാത്രമായാലും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഗ്രീൻ കളറും ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ അതിനൊരു ഭംഗി വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെക്കണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വിധം നമ്മുടെ സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ വെക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഇതിൽ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, 5 പോട്ട്സുകൾ വെക്കുന്ന ഭാഗങ്ങളാണുള്ളത് കേട്ടോ. വലിയ വെയിറ്റ് ഉള്ളതൊന്നും നമ്മൾ വെക്കാതിരിക്കുക. അതിന് അത്യാവശ്യം ഒക്കെ അത് സ്റ്റാൻഡിൽ നമുക്ക് വെക്കാൻ പറ്റും. കൂടുതൽ പോട്ട് മിക്സ് വെച്ച് വലിയ പോട്ടുകളൊന്നും വെക്കാതിരിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഇതിൽ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കുറച്ച് വലിപ്പമുള്ളൊരു പ്ലാന്റ് വെക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഈ താഴെ കാണുന്നതിലൊക്കെ വേറെ ചെറിയ പ്ലാന്റുകളും വെച്ചാൽ മതി. മുകളിലുള്ള ഭാഗത്ത് ടോപ്പിൽ നല്ല വലിയ പ്ലാന്റ് വെക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ചെറിയ പോട്ടായിരിക്കണം പ്ലാന്റ് വലുതായാലും കേട്ടോ.
അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളൊരു അഗ്ലോണിമ ഹാങ്ങിൻ്റെ പ്ലാന്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സിൽവർ കളർ അഗ്ലോണിമ വെച്ച് നോക്കാം. മൂന്നാമതായിട്ട് നല്ല റെഡ് കളറിലുള്ള ഒരു പ്ലാന്റ് വെക്കാം കേട്ടോ. നാലാമതായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു റെഡ് കളറ് പ്ലാന്റ് വെക്കാം. അപ്പോൾ ഇനി ഒരു പോട്ടും കൂടെ വെക്കാനായിട്ടുള്ളത് കേട്ടോ. അതിലും കൂടെ ഈ ഒരു പ്ലാന്റും കൂടെ വെച്ചപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. 1000 രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അതിനുള്ളിലാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ റേറ്റൊന്നും ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാനും പറ്റും. നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 1-2 പിന്നെ സ്റ്റാൻഡുകളും കൂടെ ഞാൻ വീട്ടിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും മരത്തിൻ്റെതാണ് കേട്ടോ. ഇത് ഞാൻ ഒന്നും കൂടെ മാറ്റി വെച്ച് നോക്കിയതാണ് കേട്ടോ. ടോപ്പിൽ നല്ല വലിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അഗ്ലോണിമ കോബ്ര പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തൈകളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ വലിയതായിട്ട് കാണാൻ തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡിൽ പ്ലാന്റുകൾ വെച്ചപ്പോഴുള്ള ഒരു അവസ്ഥ കേട്ടോ. ഭംഗിയില്ലേ? അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അക്കൂസ് വേൾഡ് എന്ന അടിച്ചാൽ മതി യൂട്യൂബിൽ നിന്ന്. അപ്പോൾ കിട്ടും. അപ്പോൾ ഈ ഒരു നമ്പർ കിട്ടിയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടിനുള്ളിൽ വെച്ചിട്ടുള്ള 1-2 സ്റ്റാൻഡുകളും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. അത് ഒരു മരത്തിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 3 പ്ലാന്റാണ് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൽ വൈറ്റ് പോട്ടിൽ ഒരു ബ്ലാക്ക് പോട്ട് ഇറക്കി വെച്ചിട്ട് അതിൽ CZ പ്ലാന്റാണ് കേട്ടോ. അത് നല്ല ഗ്രീൻ കളറ് CZ പ്ലാന്റാണ്. ചെറിയൊരു പ്ലാന്റായിരുന്നു. ഇപ്പോൾ പുതിയ ലീഫൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. അത് രണ്ടാമത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും ഗ്രീൻ കളറാണ്. മൂന്നാമതായിട്ട് ബ്ലാക്ക് CC ആണ് കേട്ടോ. ബ്ലാക്ക് കളറിൽ ലീഫുള്ള ബ്ലാക്ക് CCയുടെ ഒരു തൈയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡായിട്ട് കാണിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് ആയിട്ട് കാണുന്ന മറ്റൊരു സ്റ്റാൻഡാണിത് കേട്ടോ. ഇത് നമ്മുടെ ഇരുമ്പ് കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇരുമ്പിൻ്റെ കമ്പിയാണ്. അത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ചെയ്യിച്ചതല്ല കേട്ടോ. അത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിലൊരു പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നിറയെ ഈ പാമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഒരു പാം പ്ലാന്റാണ്. അപ്പോൾ നിറയെ തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡുകളുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റാൻഡുകളൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.